നമസ്കാരം. സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പേര് സലീം. അപ്പോൾ സലീം, എങ്ങനെയുണ്ട്? ഒരു പെട്ടെന്നൊരു തരിപ്പായിരുന്നു ആ ദുരന്തം. അതിൻ്റെ ഒരു മരവിപ്പിൽ നിന്ന് നമ്മൾ സാവധാനം കരകയറി തുടങ്ങി അല്ലേ? അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ പുറം ലോകം അറിയുമ്പോൾ നമ്മൾ ഇനി അങ്ങനെ അടച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങിയേ പറ്റൂ. ഉറപ്പായിട്ടും ഞങ്ങളുടെ ടർഫുകളെല്ലാം സജീവമാകണം, ഞങ്ങളുടെ ഗ്രൗണ്ടുകളെല്ലാം സജീവമാകണം. ഞങ്ങൾ 3 ഒളിമ്പ്യന്മാരെ രാജ്യത്തിന് നൽകിയ ജില്ലയാണ് വയനാട്. മഞ്ജിമ കുര്യാക്കോസും അതേപോലെ തന്നെ OP ജയ്ഷയും ടി ഗോപിയും ഒക്കെ ബെയർ ഫൂട്ടിൽ ഓടി ഒളിമ്പിക്സിലെത്തിയ ആളാണ്. അവർ നടത്തിയ ത്യാഗത്തിൻ്റെ ഫലമായി ഒട്ടനവധി അന്താരാഷ്ട്ര താരങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ജീന PS, അതുപോലെ വിജി വർഗീസ്, ഐശ്വര്യ, അബൂബക്കർ, ഇബ്രാഹിം ഒക്കെ ഇൻ്റർനാഷണൽ താരങ്ങളാണ്. അവരൊക്കെ ഈ ഒരു 400 ട്രാക്ക് പോലും ഇല്ലാതെ ഇവിടുന്ന് ഓടി ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. നോക്കൂ, അതാണ് ഈ ബെയർ ഫൂട്ടിലോടി, അതായത് നഗ്നപാതരായി ഓടി ചരിത്രം സൃഷ്ടിച്ച കായിക താരങ്ങളും കായിക പ്രതിഭകളുമുള്ള നാടാണ്. അവർക്ക് ഈ പ്രതിസന്ധിയൊന്നും പുത്തരിയൊന്നുമില്ല, അവരതിനെ അതിജീവിച്ച് വരും. പക്ഷേ ഒരു പ്രശ്നം, അതൊരു സാമ്പത്തിക മേഖലയെ ഒന്നാകെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്നൊരു തിരിച്ചുവരവുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹി പറഞ്ഞതുപോലെ, സലീം പറഞ്ഞതുപോലെ, നമ്മുടെ ടർഫുകൾ വളരെ വേഗത്തിൽ സജീവമാവണം. അവിടേക്ക് കുട്ടികൾ വരണം, അവിടെയുള്ള കായിക പ്രവർത്തനങ്ങളൊക്കെ സജീവമാവണം. ഇനിയിപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചു, നമ്മൾ എത്ര കാലം ഇങ്ങനെ വീട്ടിൽ അടച്ചിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആൻറ്റോ, മനുഷ്യനെ ഒഴിച്ച് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പലതും പറ്റും. തീർച്ചയായിട്ടും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അരുൺ, നമ്മളിപ്പോൾ ഏകദേശം ഒരു 75% സ്ഥലം പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരു 25% മാത്രമേ ബാക്കിയുള്ളൂ. ഈ 75% സ്ഥലം പിന്നിട്ട് കഴിയുമ്പോൾ അരുൺ എന്താ തോന്നിയത്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണ് വയനാട് ടൂറിസം എന്ന് പറയുന്നത്. ടൂറിസം ഇല്ലാതെ വയനാട്ടിലെ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അത് മറ്റൊരു കൗതുകരമായ കാര്യം, ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത് അതാൻറ്റോ കേട്ടില്ലല്ലോ, ഒരു മാസ് ക്യാമ്പയിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നതാണ്. ആക്ച്വലി ആ മാസ് ക്യാമ്പയിൻ നമ്മളിന്ന് നടത്തി. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ക്യാമ്പയിനാണ്. ജനങ്ങളെ ഇടവേളകളില്ലാതെ ജനങ്ങളെ അണിനിർത്തി. അതെ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഈവൻറ്റ് ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടില്ല. പക്ഷേ നമ്മൾ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ റീബിൽഡ് വയനാടാണ്. ഇല്ലാതെ പോയ സംവിധാനത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു അവസാന നിമിഷമുള്ള തിരിച്ചുപിടിച്ചതാണ്. ആ തിരിച്ചുപിടിക്കലിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.